ഹായ് ഹലോ. ഞാനിന്ന് ആശ എന്ന് പറഞ്ഞൊരു ഫിലിം തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഫിലിം എത്രത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയാം. നമുക്ക് ഈ ഫിലിമിൻ്റെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സൈഡ് സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ ആക്ടേഴ്സിനെ മാത്രമാണ് എനിക്ക് എടുത്ത് കാണിക്കാനുള്ളത്. ഒന്ന് ഇന്ദ്രൻസ്, അതുപോലെ തന്നെ ജോമോൻ, ശോഭിൻ തിലകൻ, വിപിൻ. ഈ 4 പേരെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഫിലിം മുന്നോട്ട് പോകുന്നത്. ഇന്ദ്രൻസ് ചേട്ടൻ്റെ ആക്ടിങ്ങിനെ പറ്റി നമ്മൾ പ്രത്യേകിച്ച് സംസാരിക്കണ്ടല്ലോ. നല്ല അഭിനയമായിരുന്നു. ജോമോൻ എന്നുള്ള ആക്ടറും അവരാൽ കഴിയുന്ന രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ ഫിലിമിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഈ കോമഡി എന്നുള്ളതിൽ നിന്ന് വിട്ട് ഇത്ര ഇമോഷൻ സീൻസ് ചെയ്യുമ്പോൾ നന്നായിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ ശോഭിൻ തിലകനെ പറ്റി നമ്മൾ ഫിലിമിനെ പറ്റിയിട്ട് പറയാനുണ്ടല്ലോ. അദ്ദേഹം അദ്ദേഹത്തിൻ്റേതായ ഒരു രീതിയിൽ ഫിലിമിൽ അങ്ങനെ ഇങ്ങത്തോളം പോകുന്നുണ്ട്. വിപിൻ എന്ന് പറഞ്ഞ ആക്ടേഴ്സും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഫിലിം എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. സാധാരണ നമ്മൾ ഉദയനാണ് താരമൊക്കെ കാണുന്ന പോലെ ഒരു അഭിനയമോഹി, അതുപോലെ തന്നെ എന്താ പറയുക, ഒരു ആകാനുള്ള ആഗ്രഹമായിട്ട് പോകുന്ന ഒരാൾ, പിന്നെ നമ്മളെ കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങളുള്ളൊരു സാമൂഹ്യ പ്രശ്നം, ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഫിലിം കഥ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അതിൻ്റെ അവതരണം ഒട്ടും ശരിയായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഈ ഞാൻ തിയേറ്ററിൽ കയറിയിട്ട് ആ 3 മണിക്കൂറോ 2.5 മണിക്കൂർ ഉന്തിത്തള്ളി നീക്കാൻ ഞാൻ പെട്ട പാട് എനിക്കറിയുള്ളൂ. കാരണം ഞാൻ പറയുന്നത് വെച്ചാൽ ഇത് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ പോയിട്ടിരുന്ന് നമുക്ക് ഒരു ഒരു വ്യത്യസ്ത ഒരു പരിപാടി എന്ന് പറഞ്ഞിട്ട് കണ്ടിരിക്കാൻ പറ്റില്ല. പേഴ്സണലി എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ എല്ലാവർക്കും പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇന്ദ്രൻസ് ചേട്ടൻ്റെ അഭിനയം കാണാൻ വേണ്ടിയിട്ട് പോകണോ, അങ്ങനെയാണ് നിങ്ങൾക്ക് പോകാം. മേ ബി ഈ ജോമോൻ ഇത്തരത്തിലൊരു സീരിയസ് വേഷം കൈകാര്യം ചെയ്യുന്നത് കണ്ട് ഓക്കെ അദ്ദേഹം നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയാൻ പോകണോ, നിങ്ങൾക്ക് പോകാം. അല്ലാതെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഒരു ഫിലിമിനെ എടുത്ത് നിങ്ങൾക്ക് ഫിലിം കാണാം എന്നുള്ള രീതിയിൽ പോകരുത്. കാരണം ഈ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്കൊക്കെ പോകുന്ന സമയത്ത് പല ഹുക്കുകളും കിട്ടുന്നുണ്ട്. ഞാൻ വെച്ച് ഫിലിം ഇത്ര ഒരു തലത്തിലേക്ക് മാറും, അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്ക് മാറിയിട്ട് ഫിലിം വേറൊരു രീതിയിലേക്ക് വരും എന്നൊക്കെ. അങ്ങനെ കയറിപ്പോകാനുള്ള പല പടികളും ഉപേക്ഷിച്ച് വീണ്ടും വീണ്ടും താഴത്തേക്കാണ് ഫിലിം ഇറങ്ങി വരുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പേഴ്സണലി എനിക്ക് ആ ഫിലിം ഇഷ്ടപ്പെട്ടിട്ടില്ല. അഭിനയങ്ങൾ നന്നായിരിക്കാം. ഈ ഫിലിമിൻ്റെ പ്രൊമോഷൻ വീഡിയോയിൽ മമ്മൂക്കയൊക്കെ ഇന്ദ്രൻസിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ദ്രൻസ് ചേട്ടൻ്റെ ഹോം എന്ന് പറഞ്ഞ ഫിലിമിലെ അഭിനയത്തിനോട് കിടപിടിക്കുന്ന രീതിയിലാണോ അഭിനയം ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു അത്രത്തോളം ഇല്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത്. ഹോം എന്നൊക്കെ വലിയൊരു ഫിലിം എത്രത്തോളം എന്നുള്ളത് നമ്മളാ ഫിലിം കണ്ടാൽ തന്നെ മനസ്സിലാക്കണം. പക്ഷേ ഇന്ദ്രൻസ് ചേട്ടൻ ഇതിൽ പെർഫോമൻസ് ചെയ്യാനായിട്ട് ഇന്ദ്രൻസ് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ ഹോം എന്നുള്ള ഫിലിമിലെ ഒരു ക്യാരക്ടറൊക്കെ അതുമായിട്ടൊക്കെയാണ് ഞാൻ ഈ ഒരു ക്യാരക്ടറിനെ കമ്പയർ ചെയ്യുന്നതും അഭിനയത്തിന് മാറ്റി. ഇന്ദ്രൻസ് ചേട്ടൻ്റെ സാധാരണ അഭിനയം, അദ്ദേഹം എങ്ങനെയാണ് ഇപ്പോൾ മമ്മൂക്ക, ലാലേട്ടൻ ഇവരൊക്കെ അഭിനയിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ആക്ടിങ് തന്നെ ഇന്ദ്രൻസ് ചേട്ടൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജോമോൻ ചെയ്തിട്ടുണ്ട്. ജോബി തിലകനോ, അദ്ദേഹമൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലാക്കിയെടുത്തും വരെ ഒരു ഫാമിലിയും ഫ്രണ്ട്സുമായിട്ട് പോയിട്ട് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഫിലിം കണ്ടു വരാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പോകരുത്. നിങ്ങൾക്ക് ഈ ഫിലിം കണ്ട് ജസ്റ്റ് ഓക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, ഇന്ദ്രൻസ് ചേട്ടനെ കാണാം. പിന്നെ പല ഇടങ്ങളിലും കോമഡി വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. തിയേറ്ററിൽ ഒരു പൊട്ടിച്ചിരി ഉണ്ടാക്കാനൊന്നും ഫിലിമിന് സാധിച്ചിട്ടില്ല. സാധാരണ ഇന്ദ്രൻസ് ചേട്ടൻ്റെ ഫിലിമുകളിൽ ചില കോമഡികൾ നമുക്ക് കൂടുതൽ ആലോചിച്ച് പിന്നെയും ചിന്തിച്ച് ചിരിക്കാനൊക്കെ പറ്റുന്ന പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു തിയേറ്ററിൽ ഒരു ചിരിയെ കൂടുതലായിട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല ഫിലിമിന്. അതുപോലെ തന്നെ ഫിലിം പല പോർഷനുകളും നല്ല 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 ഹുക്കുകൾ കിട്ടുന്ന സ്ഥലങ്ങൾ പിടിച്ച് മുന്നോട്ട് പോയിട്ട് വേറൊരു തലത്തിലേക്ക് ഫിലിം മാറുന്ന പ്രതീക്ഷിക്കും, അത്തരത്തിലേക്ക് ഫിലിം പോകുന്നുണ്ടായിരുന്നില്ല. 2.5 മണിക്കൂർ വേസ്റ്റായിട്ടാണ് എനിക്ക് ഈ ഫിലിം കണ്ടിട്ട് പുറത്തിറങ്ങിയപ്പോൾ തോന്നിയിരുന്നത്. കാരണം വെച്ചാൽ ഞാൻ ഇത് പ്രതീക്ഷിച്ചിട്ടല്ല തിയേറ്ററിലേക്ക് പോയത്. എനിക്കൊരു ഷോർട്ട് ഫിലിം കാണുന്ന രീതിയിലോ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു കഥ പറഞ്ഞു പോകുന്ന രീതിയിലൊക്കെയാണ് എനിക്ക് ഫിലിം തോന്നിയത്. ഈ ടെയിൽ എൻഡിൽ ഒരു പോർഷനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അത് സാമൂഹ്യ പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഒരു വിഭാഗം ആൾക്കാർ ചില പ്രശ്നങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് കൊള്ളാം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അതിൽ ചില പോർഷൻസ് ഒന്നും എനിക്ക് എന്താ പറയുക, തീരെ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നിങ്ങളെല്ലാവരും ഈ ഫിലിം തിയേറ്ററിൽ പോയിട്ട് കാണും. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളത് കാണാതിരിക്കുകയോ കാര്യങ്ങൾ ചെയ്യരുത്. ഇപ്പം ഞാൻ ഈ ഫിലിം കണ്ടു കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ട് കുറേ ഇതിൻ്റെ റിവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പല പ്രമുഖ റിവ്യൂസും പറയുന്നത് ഇത് ഭയങ്കര നല്ല ഫിലിമാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എനിക്ക് അത്രത്തോളം ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. മേ ബി ഒരു വീക്കിലോ ഒരു മന്തിലോ ഒരു സെലക്റ്റീവായിട്ട് കാണുന്ന ഒരു ഫിലിം
കാണുന്ന ചില ആൾക്കാരാണ്, ചില ഫാമിലീസ് ഉണ്ടാവും അങ്ങനെയൊക്കെ. അവർ തിയേറ്ററിൽ പോയിട്ട് സന്തോഷിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക പൊട്ടിച്ചിരിക്കുക, അല്ലെങ്കിൽ ഈ കഥയെ നമ്മൾ എത്തിക്കുന്ന ഒരു സ്ഥലങ്ങളിൽ കൂടുതൽ ആശയങ്ങൾ അങ്ങനെ എന്തെങ്കിലും എത്തിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ച് തിയേറ്ററിലേക്ക് പോകുന്ന ജനങ്ങളാണെങ്കിൽ നിങ്ങൾ ഈ ഫിലിം കാണുക. റെഗുലർലി ഫ്രൈഡേയ്സും സാറ്റർഡേയിലൊക്കെ സിനിമ കാണാൻ പോകുന്നു, അതിലൊരു ഫിലിമായിട്ട് ഇതിനെ എടുക്കുന്നു എന്ന രീതിയിലാണ് നിങ്ങൾ തിയേറ്ററിലേക്ക് പോകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ ഫിലിം ഓക്കെ ആയിരിക്കും. അല്ലാത്ത പക്ഷം നിങ്ങളൊരു നല്ല എൻ്റർടൈനർ കാണുക, അല്ലെങ്കിൽ നല്ലൊരു കോമഡി ഫിലിം കാണുക, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ല ഫിലിം ഈ വലതുവശത്തെ കള്ളനും അതുപോലെ തന്നെ പ്രകമ്പനവും ഒക്കെ കാണുന്നതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാത്ത പക്ഷം ഈ ഫിലിം ഒട്ടും തന്നെ എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല, എൻ്റെ കൂടെ വന്ന ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് മാത്രം ഫിലിം കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യാൻ പാടില്ല. നിങ്ങളെ അടുത്ത ആരെങ്കിലും ഫിലിമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ ഈ കാര്യങ്ങൾ ചോദിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം തിയേറ്ററിൽ പോയിട്ട് കാണുക. ഓക്കെ. പിന്നെ ഇതിലെടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ മ്യൂസിക്. ഇതിലാകെ പോസിറ്റീവ് സൈഡായിട്ട് എനിക്ക് പറയാനുള്ള ആക്ടിങ്ങും മ്യൂസിക്കും മാത്രമാണ് കേട്ടോ. ഈ സ്റ്റോറി എന്ന് പറയുന്ന സാധനം മേ ബി സ്റ്റോറി നല്ലതായിരിക്കും, പക്ഷെ അത് എടുത്തു വന്നപ്പോൾ ഒട്ടും തന്നെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റാത്തൊരു ഈ സെക്കൻഡ് ഹാഫൊക്കെ ഉന്തിത്തള്ളി നീക്കാൻ ഞാൻ പെടുന്ന പാടുന്നില്ല തിയേറ്ററിൽ. കാരണം അന്ന് ആ തിയേറ്ററിൽ വളരെ കുറവ് ആൾക്കാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം നിങ്ങൾ ഏറ്റവും നല്ല ഫിലിമാണെന്ന് പോയിട്ട് കാണരുത്. ജസ്റ്റ് ഒരു ഫിലിം കാണുക, ഇന്ദ്രൻ സാറിൻ്റെ ആക്ടിങ് കാണുക എന്നുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോകാം. അല്ലാത്ത പക്ഷം ഈ ഫിലിം എന്നെ സംബന്ധിച്ചോളം അത്ര ഓക്കെ അല്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ഫിലിം കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ ഇതിൻ്റെ താഴെ കമൻ്റ് ആയിട്ട് ഇടുക. ഓക്കെ, ബൈ.